പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും ഇങ്ങനെ സഹനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഒഴിവായി കിട്ടാൻ വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു സ്പെഷ്യൽ കൂട്ടുകാരൻ നമ്മുടെ പ്രിയപ്പെട്ട ദാവീദ് ഇങ്ങനെ കർത്താവിനോട് എന്നെ പരീക്ഷിച്ചോ, എന്നെ പരിശോധിച്ചു നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് സങ്കീർത്തനങ്ങൾ എപ്പോഴും നല്ല സുന്ദരമായ പ്രാർത്ഥനകളാണ് അല്ലേ? നമ്മൾ എന്തോരം പ്രാർത്ഥനകളാണ് സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെല്ലാറുള്ളത്. സങ്കീർത്തനങ്ങളിലെ വചനങ്ങളൊക്കെ എടുത്ത് ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ഈശോയ്ക്ക് നന്ദി പറയാനൊക്കെ ആയിട്ട് ആ വചനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദാവീദ് നമ്മുടെ മുമ്പിൽ ഒരു കുഞ്ഞു പാഠം കൂടെ പഠിപ്പിച്ചു തരികയാണ്. കർത്താവിനോട് ഇങ്ങനെയും കൂടെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? എന്നെ പരീക്ഷിച്ചോ, എന്നെ പരിശോധിച്ചോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യം പറഞ്ഞാൽ നമുക്ക് കർത്താവ് പരീക്ഷിക്കുന്നതൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതികളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ ലോകം തരുന്ന ചില പരീക്ഷണങ്ങളും വെല്ലുവിളികളും ഒക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമുണ്ട്. അപ്പോഴാണ് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചോളാൻ പറയുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. കർത്താവിനോട് പറയാണ്, കർത്താവ് എന്നെ പരീക്ഷിച്ചോ, എന്നെ പരിശോധിച്ചോ. സങ്കീർത്തനം 139 നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന സങ്കീർത്തനങ്ങളൊന്നായിരിക്കും. 139 സങ്കീർത്തനത്തിൽ 23 വാക്യം ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കും: ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവ് എന്നെ പരീക്ഷിച്ചോ, കർത്താവ് എന്നെ പരിശോധിച്ചോ, എൻ്റെ ഹൃദയം അറിയൂ, എൻ്റെ മനസ്സും നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞുകൊണ്ട് കർത്താവിന് ജീവിതം അങ്ങ് കൊടുക്കുകയാണ്. കർത്താവ് എന്നെ പരീക്ഷിച്ചോളാൻ. ദാവീദർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കർത്താവ് എന്നെ പരീക്ഷിച്ച് നോക്കിയാൽ എന്നിൽ അങ്ങനെ തെറ്റൊന്നും കാണാൻ പറ്റത്തില്ല, ഞാൻ മിടുക്കനാണെന്നുള്ളൊരു ബോധ്യം, ഒരു വിശ്വാസമൊക്കെ നമുക്ക് ദാവീദിനുണ്ടായിരുന്നു. നമുക്ക് അത്രയൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഇങ്ങനെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന നല്ലതാന്ന് തോന്നുന്നു, എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളാൻ വേണ്ടിയിട്ട്. 26 സങ്കീർത്തനത്തിലും ദാവീദ് വളരെ നിഷ്കളങ്കമായിട്ട് ആ പ്രാർത്ഥന നടത്തുന്നുണ്ട്. സങ്കീർത്തനം 26:2: കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക, എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. അല്ലെ, വലിയ പോപ്പുലർ ആവാൻ പോകുന്ന പ്രാർത്ഥനയൊന്നും അല്ല ഇത്. നമുക്ക് സാധാരണ വലിയ ഇഷ്ടമുള്ള പ്രാർത്ഥന ആ പ്രശ്നം മാറാൻ, ഈ പ്രശ്നം മാറാനൊക്കെ ഉള്ള പ്രാർത്ഥനകളും വചനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആകർഷിക്കും. ശരിക്കും ഈശോയോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു ആത്മീയതയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും കൂടെ ചെല്ലുന്നത് നല്ലതാണ്. എന്നെ പരിശോധിച്ച് നോക്കിക്കോ കർത്താവെ, എന്നെ പരീക്ഷിച്ച് നോക്കിക്കോ, പരിശോധിച്ച് എൻ്റെ ഹൃദയവും മനസ്സും ഒക്കെ ഒന്ന് ഉരച്ചു നോക്കിക്കോളാൻ കർത്താവിനോട് പറയാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ മറ്റൊരു സങ്കീർത്തനത്തിൽ 66 സങ്കീർത്തനത്തിൽ അതുപോലൊരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥനയും ഒപ്പം തന്നെ ഒരു ബോധ്യമാണ്. 66 സങ്കീർത്തനത്തിൽ അതിൻ്റെ 10 വാക്യം: ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. ആ രണ്ട് വാക്കുകൾ പിന്നെ ആവർത്തിക്കുകയാണ്. എന്നെ പരീക്ഷിച്ചു, എന്നെ പരിശോധിച്ചു. അങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ, പരിശോധിച്ച് നോക്കിയപ്പോൾ വെള്ളി എന്ന പോലെ അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാനിങ്ങനെ തിളങ്ങി എന്നൊക്കെ പറയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 44 അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നില്ലേ? പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വസ്തനായി തൻ്റെ ആ വിശ്വാസത്തെ വെളിവാക്കപ്പെട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം തൻ്റെ വിശ്വസ്തത ദൈവത്തിന് മുമ്പിൽ തെളിയിച്ചു. നോക്ക്, നമ്മൾ ആഗ്രഹിച്ചാലും ചോദിച്ചാലും പ്രാർത്ഥിച്ചാലും ഇല്ലേലും ഈ പരിശോധനകളും പരീക്ഷകളും ഒക്കെ വരും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കർത്താവിന് മുമ്പിൽ ഒന്ന് ഇരുന്ന് നോക്കണം. കർത്താവെ, ഞാൻ കറക്റ്റ് വഴി കൂടെയൊക്കെയാണ് നടക്കുന്നത്, എനിക്ക് ഇങ്ങനൊരു സഹനമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ? ഇതൊക്കെ ശരിക്കും അറിയാൻ പോകുന്നത് കർത്താവ് ചില പരീക്ഷണങ്ങളും പരിശോധനകളും നമ്മുടെ ജീവിതത്തെ അനുവദിക്കുമ്പോഴാണ്. അത് കർത്താവിനോടും ചോദിച്ചേ, കർത്താവെ, എനിക്ക് കുറച്ചുകൂടെ വളരണം, എൻ്റെ ആത്മീയതയിൽ എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഉയരണം. അതെപ്പോഴും എനിക്ക് കിട്ടുന്ന ഈ അപ്രീസിയേഷനോ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥിതികളിലോ ഒന്നുമല്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ, പ്രലോഭനങ്ങൾ വരുന്ന സമയങ്ങളിൽ, എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും പരിശോധനയുടെയും പരീക്ഷണങ്ങളുടെയും രൂപത്തിലൊക്കെ വരുമ്പോഴാണ് ശരിക്കും അബ്രഹാമിനെ പോലെ എനിക്ക് എൻ്റെ വിശ്വാസം വെളിവാക്കപ്പെട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് പ്രാർത്ഥിക്കണം. ഈ 3 സങ്കീർത്തനങ്ങൾ നമ്മൾ കണ്ട വചനങ്ങളെല്ലാം ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച, കർത്താവെ, എന്നെ പരിശോധിക്കുക, എന്നെ പരീക്ഷിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ധൈര്യം ഉണ്ടോ? എളുപ്പമൊന്നും അല്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഒരു ആത്മനിർവൃതിയോടെ അല്ലെങ്കിൽ ആത്മനിറവോടുകൂടി തന്നെ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ചില പരീക്ഷകൾ എനിക്ക് തരട്ടെ, ഞാനതിൽ കൂടെ വെട്ടിത്തിളങ്ങും. ശരിക്കും ഇങ്ങനെ പരീക്ഷണങ്ങളും സഹനങ്ങളും വേദനകളും ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ക്യാരക്ടർ, നമ്മുടെ നല്ല സ്വഭാവം, നമ്മുടെ ആ ഒരു തെളിച്ചമൊക്കെ നമുക്കൊന്ന് വെളിവാക്കപ്പെടുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ്. ഇന്ന് അത്ര എളുപ്പമുള്ള പ്രാർത്ഥനയല്ല പഠിപ്പിച്ചതെന്ന് അറിയാം, പറഞ്ഞു തന്നതെന്ന് അറിയാം. ഇത് നിങ്ങൾ ഇന്നൊരു ഹോംവർക്കായിട്ട് ചെയ്യുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുണ്ട്. ആ വചനങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് സഹനം നമുക്ക് കൊണ്ടുതരുന്ന ഇങ്ങനത്തെ പരീക്ഷണങ്ങളും പരിശോധനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്ന ഒരു 3 നന്മകൾ, 3 കൃപകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ 3 കൃപകൾ, ഗിഫ്റ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിലും ബൈബിളിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒപ്പം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഈ ടോക്ക് അവസാനം വരെ കേട്ടു എന്നുള്ള ഒരു ഉറപ്പും കൂടെ എനിക്ക് വേണമല്ലോ. കാരണം ഈ സഹനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേനും പെട്ടെന്ന് ടോക്ക് നിർത്തിയിട്ട് ഇട്ടേച്ച് പോകാൻ ഒരു പ്രലോഭനമൊക്കെ നമ്മുടെ ഉള്ളിൽ വരും. ഈ ടോക്ക് നിങ്ങൾ അവസാനം വരെ കേട്ടു എന്നുള്ളതിനുള്ള എനിക്കുള്ളൊരു തെളിവാവട്ടെ. അതിനേക്കാൾ അപ്പുറമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിൽ ഈശോ തരുന്ന ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ അതിജീവിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു 3 കൃപകളാണ് അവിടെ കാണാൻ പോകുന്നത്. പൗലോസ് അത് സുന്ദരമായിട്ട് പറഞ്ഞു തരും. നിങ്ങളത് വായിക്കണം, അതിനുവേണ്ടി കൂടി പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. ഈശോ 3 കൃപകളും നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ.
കർത്താവ് സഹിക്കാൻ, അതിജീവിക്കാൻ ഒരു കൃപ തരട്ടെ. പരിശോധിക്കപ്പെടുമ്പോൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ വെള്ളി പോലെ വെട്ടിത്തിളങ്ങാൻ, സ്വർണം പോലെ മാറ്റി തെളിയിക്കപ്പെടാൻ കർത്താവ് തന്നെ നിങ്ങൾക്ക് കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.